ഗൈസ്, ഞാനിപ്പോൾ ശംഖുമുഖത്തേക്കാണ്. ശംഖുമുഖത്ത് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ നടക്കുവാണ്. ഇവിടെ നവീകരിച്ച പാർക്കിൻ്റെ ഉദ്ഘാടനമൊക്കെ ഈ മാസം 18-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റുകളൊക്കെ അതാ ഓണായിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ കളർഫുൾ ആവുന്നുണ്ട്. ഒരുപാട് ആൾക്കാരിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുവാണ്. പാർക്കിനോട് ചേർന്ന് തന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമുകളാണ്. ഇതിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. എന്തൊക്കെയാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ശംഖുമുഖത്തിൻ്റെ പുതിയ മുഖം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫസ്റ്റ് വന്നിരിക്കുന്ന ഫിഷ് സ്പാ ആണ്. അപ്പോൾ ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. 60 രൂപയാണ് ഈ കാലിട്ട് കുറച്ച് നേരം വെള്ളത്തിലിരിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ശംഖുമുഖം ബീച്ചിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഭാഗത്ത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ മുന്നിലായിട്ട് കുറച്ചുകൂടെയൊക്കെ നവീകരിച്ച രീതിയിലുള്ള കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന സാധനങ്ങളാണ്, പക്ഷേ ഇതൊക്കെ ഒന്നുകൂടെയൊക്കെ അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫെസ്റ്റിവൽ വൈബ് തന്നെയാണ് കേട്ടോ ഇത്. ലൈറ്റുകളൊക്കെ ഇട്ട് ആൾക്കാർക്ക് കുറച്ചുകൂടെയൊക്കെ നല്ല ഒരു മാനസികമായിട്ട് ഇവിടെ ഇരിക്കാൻ തോന്നും. മുന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു, വളരെ ശോചനീയാവസ്ഥയായിരുന്നു. എന്തായാലും നവീകരിച്ച പാർക്ക് ഒരു രക്ഷയില്ല. പാർക്കിൽ നിന്ന് നമ്മൾ അടുത്ത ബീച്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എൻട്രി ആവുകയാണ്. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കണം, ഇനിയും തീരാനുണ്ട്. പക്ഷേ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ബീച്ചിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. ഇതൊന്നും അല്ല തിരക്ക്, ഇനി ആൾക്കാർ വരും. അപ്പോൾ ഇത് പാർക്കിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ നല്ല രീതിയിലൊക്കെ അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ശംഖുമുഖം പുതിയ മുഖത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ 100 രൂപ ടിക്കറ്റ് എടുക്കണം. 8:30 മണിക്ക് എന്തൊക്കെയോ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ വേറെ എന്തൊക്കെയോ പ്രോഗ്രാം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ശംഖുമുഖം ബീച്ചിലെ ചെറിയൊരു ഇലക്ട്രിക്കൽ ട്രെയിനാണ് കേട്ടോ. അതാ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ സൈഡിൽ ഇട്ടിരിക്കുകയാണ്. നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ട്. ഗോൾഡ് കോഫി ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. കോഫി ഹൗസിലൊക്കെ നല്ല കിടിലം തിരക്കാട്ടോ. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഒരു ബ്യൂട്ടി തോന്നുന്നുണ്ട്. ഇന്ന് ബീച്ചിന് അത്രയ്ക്ക് ആൾ വരുന്നുണ്ട്. സൂപ്പർ വൈബ് തന്നെയാണ് ഇന്ന്. ശംഖുമുഖം സ്പെഷ്യലാണ്. ഈ ഒരു പാർക്ക് വന്നതോടുകൂടി അവിടെയൊക്കെ ലൈറ്റൊക്കെ വന്നപ്പോൾ സൂപ്പർ. ശംഖുമുഖം ബീച്ചിൻ്റെ പരിസരത്തായിട്ടുള്ള കടകളിലൊക്കെ നല്ല കിടിലം തിരക്കുകളാണ്. ഒരുപാട് തട്ടുകടകളും ചെറിയ തരത്തിലുള്ള സ്നാക്സൊക്കെ വിൽക്കുന്ന കടകൾ ഒരുപാടുണ്ട്. എല്ലാ കടകളിലും അത്യാവശ്യം നല്ല തിരക്കാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ എന്തൊക്കെയോ മ്യൂസിക് പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാം നല്ല കളർഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടി ഒരുപാട് പോലീസുകാരും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സെക്യൂരിറ്റിയാണ്. അതിനെ കൊണ്ട് ഇവിടെ ധൈര്യമായിട്ട് ഇരിക്കാൻ കേട്ടോ. എല്ലാം ഇവരെ കൺട്രോളിലായിരിക്കും.
ഈ ശംഖുമുഖം ബീച്ചിലെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ളൊരു പാട്ടുകാരനാണ് പുള്ളി. എപ്പോഴും വൈകുന്നേരങ്ങളിലൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് പുള്ളി ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ശംഖുമുഖത്തെ മറ്റൊരു കാറാണ് കേട്ടോ ഇത്. സൈഡിലൂടെയൊക്കെ വേറെ ചെറിയ കാറുകളൊക്കെ പോകുന്നുണ്ട്. തിരക്കിനിടയിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കും ഉറപ്പായിട്ടും ഇതിൽ കയറിയിരുന്ന് പോകണമെന്ന് തോന്നും. എന്തായാലും ഈ കാറ് കൊള്ളാം കേട്ടോ, അടിപൊളി. നമ്മുടെ ഒരു ഫോക്സ് വാഗൻ്റെ പഴയ ആമക്കാർ കണക്ക് ഇരിക്കുന്നത്. എത്ര റെൻ്റ് ഇത്? 200. സംഭവം ഇത് 200 രൂപ 10 മിനിറ്റ്. ഈ ബീച്ച് ഫുള്ളായിട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാം. ലൈസൻസ് വേണം എന്ന് തോന്നുന്നുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും ബാറ്ററി കാർ. തായ്വാനിലും ഫിലിപ്പീൻസിലൊക്കെ കണ്ടിട്ടുള്ള അതേ ലെവലിലുള്ള കുറേ സംഭവങ്ങൾ ഈ കടകളുടെ മുകളിലായിട്ടൊക്കെ ചെയ്ത് നല്ല ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിങ്ങനെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നൈറ്റ് ലൈഫിന് പറ്റിയ സംഭവങ്ങൾ തന്നെയാണിത്. നൈറ്റ് തന്നെയാണിത് ഏറ്റവും കൂടുതൽ മിന്നി തിളങ്ങുന്നത്. ഇവിടെയൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നമ്മളെ എൻട്രൻസ് വരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആണ്. എന്തായാലും ശംഖുമുഖം ബീച്ച് ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ബീച്ചിലോട്ട് വന്നേക്കുന്നത്. എന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും മറ്റൊരു ഗായിക പാട്ട് പാടുന്നുണ്ട്. 2 ഗായികരുണ്ട് കേട്ടോ. ആലോകമല്ലയോ അച്യുതാനന്ദ ഗോവിന്ദ ശേഖത്തടുപ്പുകളെ ഹല്ലേലൂയ ഹൂസന്നാ അഖിലാണ്ട ശിഷ്ടാവ. ശംഖുമുഖം പാർക്കിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജസ്റ്റ് ഒന്നിങ്ങനെ വന്ന് നോക്കിയതാണ് ഇവിടുത്തെ മാറ്റം. ആ ഫ്രണ്ടിലൊക്കെ പുതിയ ആർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ മോഡേൺ ലുക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശംഖുമുഖം പാർക്ക് ആൻഡ് ബീച്ച്. പാർക്കിംഗ് ഏരിയയിലൂടെ നോക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു വെറൈറ്റി ലുക്ക് കണക്കൊക്കെ തോന്നി. എന്താ സംഭവം എന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാൻ വിചാരിച്ചു. ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ബസ് പാർക്കിംഗ് ബേ. ഇത് പബ്ലിക് EV ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ. ഒരുപാട് മാറ്റങ്ങളായി കഴിഞ്ഞു ശംഖുമുഖത്ത്. കേരള ഗവൺമെൻറ് ഫിഷറീസ് വകുപ്പിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പാണ് ഈ കാണുന്നത്. ഒരുപാട് കടൽ വിഭവങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഇതിവിടെ വന്നിട്ട് അധികം നാളായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവരെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലും എല്ലാ ടൈപ്പ് ഫിഷിൻ്റെയും പലതരത്തിലുള്ള സംഭവങ്ങളിവിടെ കിട്ടും. ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ മുന്നേ ഇവിടെ വരേണ്ടതായിരുന്നു. എന്തായാലും മൊത്തത്തിൽ ഒരു വെറൈറ്റി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശംഖുമുഖം മൊബൈൽ തട്ടിട എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഈ ശംഖുമുഖം ബീച്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാതെ പോകാത്ത ഒരു സാധനമുണ്ട്, മത്സ്യകന്യക. മത്സ്യകന്യക തന്നെയാണ് ശംഖുമുഖത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എത്രയോ കൊല്ലം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം മത്സ്യകന്യക. ഇതിൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് പല സൈഡിലായിട്ട്. നല്ല ചൂട് കപ്പലുണ്ട്. അയ്യോ, ഇത് ആരാണ്? നമ്മളെ നാട്ടിലെ പ്രഗത്ഭനായിട്ടുള്ള അത്തർ കച്ചവടക്കാരനാണ് കേട്ടോ. ഞാൻ അവിടെ ബീച്ചിൽ വെച്ച് കണ്ടിരിക്കുകയാണ്. വിശേഷ ദിവസങ്ങളിൽ മാത്രം ശംഖുമുഖത്ത് വരുമല്ലേ? ഇന്ന് ന്യൂ ഇയർ ആണോ എന്നാണോ? അല്ല, വരില്ല. ഈ പുള്ളി ഞങ്ങൾ ഓർത്ത് വെച്ചോളൂ. ആരെങ്കിലും ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ പുള്ളി, അതെ നമ്മളെ കിളിമാനൂർക്കാരനാണ്. കിളിമാനൂരും പരിസര പ്രദേശങ്ങളിലായിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. പക്ഷേ ഈ പുള്ളി എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിയുടെ അത്തർ മേടിക്കണം. നമ്മളെ കസ്റ്റമേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും. പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൂട്ടി. ഇവിടുത്തെ തട്ടുകടകളും സജീവമാണ്. എല്ലാ കടകളിലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുള്ള പരിപാടി തന്നെയാണ്. നല്ല അടിപൊളി ദോശ. ഈ ബീച്ചിൻ്റെ വൈബിലിരുന്ന് രാത്രി ചെറിയ ചമ്മന്തിയോട് കൂടി കഴിക്കാൻ പറ്റിയ സാധനം. ശംഖുമുഖം ബീച്ചിലെ ട്രെയിൻ തലങ്കും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിറച്ച് കൊച്ചു പിള്ളേർ കയറി ഇരിക്കുന്നുണ്ടോ. പാർക്കിൻ്റെ അകത്തോട്ടൊന്ന് കയറി പോകാമെന്ന് വിചാരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പാർക്കിൻ്റെ സ്പെഷ്യൽ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിനകത്തൂടെ അകത്തോട്ട് കയറിയാൽ മാത്രമേ ഇവിടുത്തെ പരിപാടി എന്താണെന്ന് അറിയത്തുള്ളൂ. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ലൈറ്റുകൾ ഇങ്ങനെ കിടക്കുന്നതിനെ കൊണ്ട് കുറേ ഭാഗത്ത് നമുക്ക് ബ്ലറായിട്ടാണ് വരുന്നത്.
ഇവിടെ നല്ല തിരക്കാണ് ഇതിനകത്ത് കയറാനായിട്ട്. ചുമ്മാ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണോ കയറുവാണോ എന്നുള്ള ഡൗട്ടുണ്ട്. ഇതാണ് കൗണ്ടർ. പക്ഷേ ഇതിന് ഒരു കൗണ്ടറല്ല, മൊത്തത്തിലൊരു 3-4 കൗണ്ടർ ഈ ഒരു പാർക്കിനുണ്ട്. പല ഭാഗത്തായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഹെലികോപ്റ്ററൊക്കെ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലാണ്. അതുപോലെ തന്നെ മെയിൻ റോഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടൊരു കൗണ്ടറുണ്ട്, പിന്നെ ബീച്ചിൻ്റെ ഭാഗത്തായിട്ടൊരു കൗണ്ടറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഓപ്പൺ ആവുന്ന രീതിയിലാണ് ടിക്കറ്റ് കൗണ്ടർ വെച്ചിരിക്കുന്നത്. ഞാൻ 100 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു. പക്ഷേ എന്തുണ്ടെങ്കിൽ ഇത് ഭയങ്കര കൺഫ്യൂസ്ഡാട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാമിന് വേറെ ടിക്കറ്റ്, ഇവരുടെ തന്നെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിന് സെപ്പറേറ്റ് ചാർജ്. എനിക്കറിയത്തില്ല, 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കയറാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു ഹൊറർ ഹൗസ് ഉണ്ട് കേട്ടോ. ഞാൻ അത് കാണാൻ വേണ്ടിയാണ് 100 രൂപ കൊടുത്തത്. എന്തോ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് കൂട്ട നിലവിലേക്ക് വിളിക്കുന്നത് ഇറങ്ങി ഓടി വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ എന്തോ ആണെന്നറിയാലോ. സംഭവം ഞാൻ ഇരുട്ടത്ത് ഇതിനകത്തോട്ട് കയറും. എന്തോ ആണ് ഏതോ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനൊക്കെയാണോ പിള്ളേർ കിടന്ന് വിളിക്കുന്നത്? എന്താ മോനെ? രക്ഷപ്പെട്ടു. അയ്യോ, $100 കൊടുത്തപ്പോൾ ആ ഒരു സംഭവത്തിനകത്ത് കയറാൻ പറ്റി. പിന്നെ ഈ പാർക്കിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്, ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇനി വേറെ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പോകേണ്ടതായിട്ട് വരും. ഇതാണ് ഇവിടുത്തെ ഇപ്പം ഒരു വല്ലാത്ത പരിപാടി. 100 രൂപയ്ക്ക് നമ്മളാ കണ്ട സാധനം എന്തോ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗൈസ്, ഇപ്പോൾ സമയം 11:55 ആവാനായിട്ട് പോവുകയാണ്. കോഫി ഹൗസിൻ്റെ ബാക്കിലായിട്ട് പാർക്കിൽ DJ നടന്നുകൊണ്ടിരിക്കുവാണ്.
അവിടെ നിന്നുണ്ടോ പുകയൊക്കെ വരുന്നുണ്ടോ, അവിടെ DJ അടക്കമാണ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 12 മണിയോടെ എടുക്കുമ്പോൾ തകർക്കുവാണ്. ഈ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ കാണാൻ പറ്റും. അതിനെക്കൊണ്ട് ആൾക്കാർ മതിലൊക്കെ ചാടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 12 മണിക്ക് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 2025 നമ്മൾ കടക്കാൻ പോവാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമാവട്ടെ ഇത് എല്ലാവർക്കും. ഈ ഒരു ടൈമിൽ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ വലിയ പ്രോഗ്രാമൊന്നുമില്ല. ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ ഇവിടെ വലിയ സെറ്റപ്പിലാണ് വന്നേക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ കിടക്കുവാണ്. എല്ലാവരും ഒരു പരിപൂർണമായിട്ടൊരു ആഹ്ലാദ തിമിർപ്പിലാണെന്ന് പറയാം. ആ സൈഡിലുള്ള കടകളിലൊക്കെ നല്ല തിരക്കുണ്ട്. മിനിറ്റുകൾ മാത്രമാണ് ഇനി ഉള്ളത്. 2025 നമ്മൾ കടക്കാൻ പോവാണ്. അവിടെ ഫുള്ള് അടിച്ച് പൊളിക്കുകയാണ്. DJ ഭയങ്കരമായിട്ട് എൻ്റെ ലാസ്റ്റ് ടൈമിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കത്തി കയറുന്ന ടൈമാണ്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് പേര് മതിൽ ചാടി അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴുമെന്ന് അറിയത്തില്ല. 100 രൂപ ടിക്കറ്റ് എടുക്കാതെയാണ് ഈ ഒരു കളി നടക്കുന്നത്. ലാസ്റ്റൊക്കെ വരുന്ന ടീമുകളാണ്. അത് ഞാൻ അങ്ങോട്ട് പോയി നോക്കാം എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. രണ്ടായിരത്തി 2024 തീർന്ന് 2025 നമ്മൾ കടക്കാൻ പോവുകയാണ്. മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ആ ഒരു ആവേശം ഇങ്ങനെ അടിച്ച് കയറുവാണ്. അവിടെ DJ രൂപത്തിലാണ് ഇവിടെ ഈ ഒരു ആഘോഷം തകർക്കുന്നത്. ടിക്കറ്റ് എടുക്കാതെ പോകുന്നവരെല്ലാം കൂടെ കോഫി ഹൗസിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് അങ്ങോട്ട് കയറുവാണ്. അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മലിനജലം പൊട്ടി ഒഴുവാണ്. ആ ഒരു സൈഡിൽ ആർക്കും മനസ്സിലാവുന്നില്ല. സ്മെല്ല് കാരണം അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ച് അടയ്ക്കുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു സെപ്റ്റി ടാങ്ക് എന്തോ പൊട്ടിയിട്ട് അവിടെ ഫുള്ള് വെള്ളം അങ്ങനെ ഒഴുകുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആകെ കൊണ്ട് കൊളാകണ്ടോ. ആർക്കും മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്നുള്ളത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മളിതാ 2025 കടന്നിരിക്കുകയാണ്. ഈ ശംഖുമുഖത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഓരോ സൈഡിൽ നിന്നും പൊട്ടി ചിതറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇപ്പോൾ സമയം 12:05 കഴിഞ്ഞിരിക്കുകയാണ്. 2025 വന്നിട്ട് വെറും 5 മിനിറ്റ്. ന്യൂ ഇയർ പാർട്ടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ റോഡിലൂടെയൊക്കെ ഭയങ്കര ഷോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ സമയത്ത് റോഡിൽ കൂടെ പോകുന്നത് ഭയങ്കര റിസ്ക് ആയിരിക്കും. ബൈക്കിലൊക്കെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടു മടുക്കാം. പരിപാടികളെല്ലാം കഴിഞ്ഞ ആൾക്കാർ ശംഖുമുഖത്ത് നിന്നും ഇങ്ങനെ പിരിഞ്ഞു പോവാണ്. ആ ഒരു ആവേശമൊക്കെ കെട്ട് തുടങ്ങി. ഉണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തു. ആൾക്കാർ കുറേശ്ശെ ആയിട്ട് ശംഖുമുഖം വിടുവാണ്. ഇനി റോഡിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ന്യൂ ഇയർ പരിപാടികളൊക്കെ ചെറിയ രീതിയിൽ അവസാനിപ്പിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങി തുടങ്ങി.